പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി ഇന്ന് വീണ്ടും സ്കൂളിലേക്ക്. 6 മാസങ്ങൾക്ക് ശേഷമാണ് 4ാം ക്ലാസ്സുകാരിയായി വിനോദിനി സ്കൂളിലേക്ക് പോകുന്നത്. സെപ്റ്റംബർ 24-നാണ് വലതു കൈയിലെ എല്ലൊടിഞ്ഞ വിനോദിനിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഒക്ടോബർ 1-ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സഹായത്തോടെ ആഴ്ചകൾക്ക് മുമ്പ് കൃത്രിമ കൈ വെച്ചിരുന്നു. പ്രിയ ഇളവള്ളി മഠം ഇപ്പോൾ വിനോദിനിയുടെ വീട്ടിൽ നിന്ന് സ്കൂൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനിടെയുണ്ട്. പ്രിയ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ്. ഇങ്ങനെയൊരു പ്രഭാതത്തിൽ നമസ്തേ കേരളത്തിലാണ് വിനോദിനി ആദ്യമായി അവളുടെ സങ്കടം പറഞ്ഞത്. കൈയില്ലാതെ എങ്ങനെയാണ് സ്കൂളിൽ പോവുക? കുട്ടികളൊക്കെ ചോദിക്കില്ലേ എന്റെ കൈ എവിടെയെന്ന്. അപ്പോൾ ആ സങ്കടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ടു. അദ്ദേഹം ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം കണ്ടെത്തിയതേ വിനോദിനി വലത് കൈ കൃത്രിമമായി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, സ്കൂളിൽ പോകാനും ഇന്ന് തുടങ്ങുകയാണ്. സെപ്റ്റംബർ 24-നാണ് കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ വീണ് വലത് കൈന്റെ എല്ലൊടിഞ്ഞു. പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചികിത്സാ പിഴവുണ്ടായി. ഒക്ടോബർ 1-ന് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 5-5.5 മാസം നിരന്തര ചികിത്സയായിരുന്നു. സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നിപ്പോ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ, നേരെ പരീക്ഷയാണ്. ഇന്നേതാ പരീക്ഷ? മലയാളം. പഠിച്ചോ? ഏത് ചോദിച്ചാലും കിട്ടോ? 2 ചോദ്യം ചോദിക്കട്ടെ? അല്ല, എങ്ങനെ പഠിച്ചപ്പോ? ടീച്ചർമാരൊക്കെ നന്നായി സഹായിച്ചോ? ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ടീച്ചർമാർ പറഞ്ഞു തരും. അപ്പൊ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. വലിയ സന്തോഷമാണ്. പരീക്ഷയാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാരിയൊക്കെ ഇപ്പൊ കുറെ കാലമായില്ലേ കണ്ടിട്ട്? അവരോടൊക്കെ പറഞ്ഞോ? ഒന്ന് വരുന്നൊക്കെ പറഞ്ഞോ? കാത്തിരിക്കണ്ടാവൂല അവര്? ഇല്ലേ? ഉറപ്പല്ലേ? സന്തോഷല്ലേ മോൾക്ക്? എന്താ മോൾക്ക് ഇപ്പൊ തോന്നണേ? സന്തോഷം. സന്തോഷം. അന്ന് ഇങ്ങനെ മോള് പറഞ്ഞല്ലോ കയ്യേ ഇല്ലാത്തോണ്ട് സ്കൂളിൽ പോവില്ലാന്നൊക്കെ. ഇപ്പൊ ആ വിഷമൊക്കെ പോയില്ലേ? പോയി. പഠിക്കാനും കളിക്കാനും പറ്റാണ്ട് അവള് ഭയങ്കരമായിട്ട് തിക്കുമുട്ടി ഇരിക്കുന്ന പോലെയായിരുന്നു ഭയങ്കരമായിട്ട് വീട്ടിന്റെ ഉള്ളില്. ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് പറഞ്ഞാൽ സ്കൂളിൽ പോണോണ്ട് ഭയങ്കര സന്തോഷം. കൂട്ടുകാരൊക്കെ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? കൂട്ടുകാർ വിളിക്കും, അപ്പളെങ്ങനെ വിളിക്കും. പിന്നെ ടീച്ചർമാര് വിളിക്കും. ടീച്ചർമാരാണ് ഫുൾ സപ്പോർട്ട്. അപ്പൊ ചേച്ചി എങ്ങനെ വീടിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇപ്പൊ നേരത്തെ ഒരു 5 സെന്റ് സ്ഥലം ഒരു സംഘടന അല്ല വി ഡി സതീശൻ ഇടപെട്ട് തന്നെ തന്നു. ഇപ്പൊ വീട് പണിയാൻ പോകുന്നു അല്ലെ? ഈ മാസം നമ്മ വീട് പണി തുടങ്ങും. ഭയങ്കര എല്ലാത്തിനും ഭയങ്കര സന്തോഷം.